ജമ്മു കാശ്മീരിൽ വൻ സ്ഫോടനം. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു. 29 പേർക്കാണ് പരിക്കേറ്റത്. ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. बताया जा रहा है कि ये एक हादसाती धमाका इब्तिदाई तौर जो हमारे इन्वेस्टिगेट कर रहा था और अपने गाड़ी पे यहाँ पर जा रही है तस्वीर में आप देख सकते हैं कि आप तस्वीर MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഈ അമോണിയം നൈട്രേറ്റിന്റെ പരിശോധനയിൽ ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. ഇവിടെ സംഭവിച്ച പിഴവെന്താണ്? എന്താണ് നിലവിലെ സാഹചര്യം? ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വരുന്നു കഴിഞ്ഞു. സജിത്ത് 10 മണിക്ക് ശേഷം DG മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിലൊരു ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ ദിവസം രാത്രി 11:30 കൂടി സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 കൂടിയാണ് നൌഗാം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. വൻ സ്ഫോടനം തന്നെയാണ് ഉണ്ടാവുന്നത്. അതിൽ പൂർണ്ണമായും ഈ ഒരു പോലീസ് സ്റ്റേഷൻ കത്തി നശിച്ചു. നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു. സമീപത്തെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. 9 പോലീസുകാർക്ക് മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. 5 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്ഫോടക വസ്തുക്കൾ, അതായത് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ അവ ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരാണ് ഇതിൻ്റെ അന്വേഷണം ആദ്യം ഘട്ടങ്ങളിൽ മുതൽ തുടങ്ങിയത്. നൌഗാമിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇതിന് തുടക്കമെന്ന് പറയുന്നത് ഈ നൌഗാം തന്നെയാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്നാണ് ഫരീദാബാദിൽ എത്തുകയും ഫരീദാബാദിൽ നിന്ന് ഈ ഡോക്ടർമാരുടെ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയും ഇത്തരത്തിൽ കാറുകളിൽ നിന്ന് നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തത്. ആ സ്ഫോടക വസ്തുക്കൾ ഏകദേശം 3000 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാകുന്നത്. അവ ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലായിരുന്നു എത്തിച്ചിരുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഈ ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ വിദഗ്ധ ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം ഇത് പരിശോധിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഭവിച്ചതാണോ? സ്വാഭാവികമായും ഇങ്ങനൊരു അപകടം ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് ആയിട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു വലിയ സുരക്ഷാ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചെങ്കോട്ടയെ നടുക്കിയ, രാജ്യത്തെ നടുക്കിയ ഒരു സ്ഫോടനം നടന്നതിന് ശേഷം ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റൊരു അപകടം ഉണ്ടാകുന്നു, വലിയ സ്ഫോടനം ഉണ്ടാകുന്നു, വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊരു തരത്തിലും സുരക്ഷാ വീഴ്ച എന്ന രീതിക്കപ്പുറം ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇത്രത്തോളം ബാലിശമായാണോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നുള്ള ഒരു ചോദ്യം ഏതായാലും സ്വാഭാവികമായും ഉയർന്നു വരും. എന്തായാലും ഇതിൻ്റെ ഒരു ഔദ്യോഗിക വശം അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് ഈ പോലീസ് സ്റ്റേഷന് നേരെ ഉണ്ടാകാമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം DGയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാജ്യത്ത് നടക്കിയ രണ്ടാമത്തെ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 9 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇപ്പോൾ ഒരു ഡോക്ടർ കൂടി ഈ പത്താൻകോട്ടിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഒരു സർജനാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഘത്തിൽ ഉൾപ്പെടെയുള്ളവർ, അതായത് ഈ ആസൂത്രണം ചെയ്ത ഉമർ നബിയുടെ കീഴിലുള്ളവർ എല്ലാം തന്നെ ഡോക്ടർമാരാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നത്. ഇതിൽ 3 ഡോക്ടർമാരെ NIA ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. ഇവരെ പലരെയും ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യണം. ഇവരുടെ മൊഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടക്കം സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് തീരുമാനം. ഈ ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് NIA കരുതുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കൂടുതൽ പേർ അറസ്റ്റിലാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റ് ഈ ഡോക്ടർമാർക്ക് പുറമേ ഇതിന് സഹായം ചെയ്തു നൽകിയ
ഫരീദാബാദ് സ്വദേശികളായിട്ടുള്ള 2 പേർ, അതായത് ആമിറും ഒപ്പം തന്നെ ഉമർ എന്ന് പറയുന്ന 2 പേർ, ഒരാൾ പ്ലംബറും ഒരാൾ ഇലക്ട്രീഷ്യനുമാണ്. ഇവരും കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ ഈ ഉമർ നബിയുടെ അമ്മയും ഒപ്പം തന്നെ പിതാവും ഈ അന്വേഷണ സംഘങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത്. അത് ജമ്മു കാശ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ ഫരീദാബാദിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപമായിട്ടുള്ള ഒരു ഫാം ഹൗസിൽ നിന്നാണ് 4ാമത്തെ കാറ് ഈ അന്വേഷണ സംഘം കണ്ടെടുക്കുന്നത്. അതൊരു മാരുതി ബ്രസ ചുമന്ന നിറത്തിലുള്ള കാറായിരുന്നു. ആ കാറും ഈ ഒരു സ്ഫോടന പരമ്പരയ്ക്കായി ഉപയോഗിക്കാനായിരുന്നു സംഘം ലക്ഷ്യമിട്ടതെന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. അതിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധനയൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു. അതിലേതെങ്കിലും തരത്തിൽ ഈ അമോണിയം നൈട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ്സിൻ്റെയോ ഒക്കെയോ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 32ഓളം കാറുകൾ, ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. അതിന് മുന്നോടിയായാണ് ഈ താരിഖിൽ നിന്നൊക്കെ ഈ വാഹനം ഇത്തരത്തിൽ ഉമർ നബി സ്വന്തമാക്കുന്നത്. താരിഖ് എന്ന് പറയുന്നത് പുൽവാമ സ്വദേശിയാണ്. ഇയാളും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പ്രത്യേകിച്ച് പുൽവാമ സ്വദേശിയാണ് ഈ ഉമർ നബി എന്നുള്ളതാണ്. ഇയാളുടെ വീടിന് കഴിഞ്ഞ ദിവസം സൈന്യം തകർത്ത ഈ ഉമർ നബിയുടെ വീടിന് ഏകദേശം 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെയാണ് ഈ താരിഖിന്റെ വീടും ഉള്ളത് എന്നുള്ളതാണ്. അവിടുത്തെ സ്വദേശി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് രാജ്യത്ത് നടക്കുന്ന 2ാമത്തെ സ്ഫോടനം നൗഗാമിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഉണ്ടാകുന്നത്. ശരി മിഥുൻ, തിരികെ വരാം. ബ്രിഗേഡിയർ വേണുനായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വേണുനായർ, ഇതൊരു പരിശോധനയ്ക്കിടയിലുണ്ടായ ഒരു സ്ഫോടനം എന്നതാണ് ഇതുവരെയുള്ള നിഗമനം. പക്ഷേ 2-3 സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഒന്ന്, ഈ നൗഗാം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ചില പോസ്റ്ററുകൾ ഒട്ടിച്ചു എന്ന് കണ്ടെത്തുന്നു. അത് പതിച്ചതായി കണ്ടെത്തുന്നതിനെ തുടർന്നാണ് അവിടുത്തെ SHO പരിശോധനകൾ നടക്കുന്നത്. ഒടുവിലാണ് ഡോക്ടർമാർ പിടിയിലാവുന്നത്. പിന്നീടാണ് ചെങ്കോട്ട സ്ഫോടനം സംഭവിക്കുന്നത്. ഒടുവിൽ ഇതായിപ്പോൾ ഈ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തിരിച്ചുള്ള അപകടം. നമുക്ക് ഇതിലൊരു അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ? കാരണം വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ചെയിനായി സംഭവിക്കാനുള്ള സാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതിന്റെ പല സാധ്യതകളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഇന്ന് രാവിലെ ഈ ഒരു ദുഃഖവാർത്ത കേട്ടത് വളരെ രാവിലെയാണ് കേൾക്കുന്നത്. ഇന്നലെ രാത്രി 11:30 ഇത് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നൗഗാം എന്ന് പറയുന്ന സ്ഥലം ശ്രീനഗറിൽ നിന്ന് വളരെ ദൂരമില്ല. നൗഗാം സെക്ടർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 91-96 കാലങ്ങളിൽ അവിടെ ലഫ്റ്റനന്റ് കേണൽ റാങ്കുകളിൽ ഇരുന്നപ്പോൾ ഈ നൗഗാം സെക്ടർ എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഞങ്ങൾ ഈ കാശ്മീരിനെ പല സെക്ടറുകളായിട്ട് വിഭജിച്ചാണ് സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അതിന്റെ എലിമെന്ററി പോലീസ് സെക്ടേഴ്സ് ആണ്. അവിടെ BSF സെക്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആർമി ബ്രിഗേഡ് അതിന്റെ മുമ്പിൽ LCയിലുണ്ട് എന്നൊക്കെ എനിക്ക് പരിചയമുണ്ട്.